ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಉಲಮಾಗಳನ್ನು ನಾವು ಯಾವ ರೀತಿ ಗೌರವಿಸಬೇಕು ಹಾಗೂ ಸಯ್ಯಿದ್ ಅವರುಗಳನ್ನು ಯಾವ ರೀತಿ ಗೌರವಿಸಬೇಕು, ಅದು SKSF ಆಗಲಿ SSF ಆಗಲಿ. ಈ ವಿಷಯವಾಗಿ ನಾನು ಯಾಕೆ ಈಗ ಬಂದಿದೆ ಅಂದರೆ, ಉದಾಹರಣೆಗೆ ತಗೊಳ್ಳಿ, ನಾವು സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അള്ളാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. എന്തെന്ന് പറഞ്ഞാൽ, ഉസ്താദ് എത്രയോ ആൾ കുറ്റം പറഞ്ഞവരുണ്ട്, ആക്ഷേപിച്ചവരുണ്ട്, കല്ലെറിഞ്ഞവരുണ്ട് ഉസ്താദിന്. പക്ഷേ ഉസ്താദ് തളർന്നില്ല. ഉസ്താദ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അതെന്തെന്ന് പറഞ്ഞാൽ, പറയുന്നവർ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അതൊക്കെ കേട്ടുനിന്ന് നമ്മൾ അതിൽ നിന്ന് ഭയപ്പെട്ടാൽ നമ്മൾക്കൊന്നും ഇവിടെ ചെയ്യാൻ പറ്റൂല. അത് സത്യമാണ് ഉസ്താദ് പറഞ്ഞത്. എത്രയോ ആളുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്നാല് വേറായിട്ട് എത്രയോ ആൾക്കാരുണ്ട് നമ്മളൊക്കെ പറയുന്നുണ്ട്. അവരൊക്കെ പറയുന്നത് കേട്ടാൽ നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നാം ഉലമാകളെ സ്നേഹിക്കുക. അത് SSF ആട്ടെ, SKSF ആട്ടെ, SSF ആട്ടെ. അള്ളാഹു നമ്മെല്ലാവരെയും ഉലമാകളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അതുപോലെ സയ്യിദന്മാർ, അവരെയും നമ്മൾ കുറ്റം പറയരുത്. എത്രയോ സയ്യിദന്മാരെ കുറ്റം പറയുന്ന എത്രയോ ആൾക്കാരുണ്ട്. പക്ഷേ അവരെന്നാലും ആ സയ്യിദന്മാർ ദ്വാരക്കുന്നെന്താ, അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ എന്നാണ്. അതുപോലെ ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സ്വദാഖി അള്ളാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. സിംഹസ്വപ്നമാണ് മുജാഹിദുകളെ സിംഹസ്വപ്നമാണ് എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാ അതിൽ അടിയുറച്ച് ജീവിക്കുക. അതിന് ഒരു തകരാറ് വന്നാൽ നമ്മൾ അതിനെ വിരോധിക്കുക. അതാണ് മുജാഹിദുകൾക്ക് എപ്പോഴും മറുപടി കൊടുക്കാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദാണ്. അള്ളാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.